ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സിനിമ എന്ന ലേബലിൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഇന്ത്യൻ 2 എന്ന എന്തോ ഒരു സാധനത്തിന് ശേഷം ശങ്കർ ഒരുക്കിയ അടുത്ത സാധനമായ ഗെയിം ചേഞ്ചർ കണ്ടിട്ട് വന്നു. അതിനെപ്പറ്റി നമുക്ക് കാര്യമായിട്ടൊന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. അപ്പൊ നമുക്ക് എത്രയും വേഗം വീഡിയോയിലേക്ക് പോവാം. കം ഓക്കെ, അപ്പൊ ഗെയിം ചേഞ്ചർ കമൽഹാസന് നല്ലൊരു പണി കൊടുത്ത ശേഷം അടുത്ത അവസരം രാംചരന് നൽകിക്കൊണ്ട് ശങ്കർ ഒരുക്കിയ ഏറ്റവും പുതിയ ബ്രഹ്മാണ്ഡായിട്ട്. പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ രാംചരന്റെ ടീം ഈ ചിത്രത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലെന്ന് കേൾക്കുന്നതിനിടെ ഈ ഇടയ്ക്ക് ഒരു പ്രൊമോഷൻ ഇവന്റിലോ മറ്റോ ശങ്കർ തന്നെ സംസാരിച്ചത് കേട്ടിരുന്നു. ഇന്ത്യൻ 2 വന്ന നെഗറ്റീവ് റിവ്യൂസിന് താൻ ശ്രദ്ധ കൊടുക്കുന്നില്ലെന്നും ആ സമയം കൂടി ഗെയിം ചേഞ്ചറിന്റെ പ്രൊഡക്ഷന് വേണ്ടിയാണ് താൻ മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും. പക്ഷേ അത് പുള്ളിയുടെ വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെ കാണണം. കാരണം ഇന്ത്യൻ 2 നേടിയെടുത്ത വളരെ മനോഹരമായ റിവ്യൂസിൽ നല്ലപോലെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു റിവ്യൂ എങ്കിലും അദ്ദേഹം മുഴുവനായി കേട്ടിരുന്നെങ്കിൽ ഗെയിം ചേഞ്ചർ ഒരല്പം കൂടെയെങ്കിലും നന്നാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ എടുത്തിടം വരെ വെച്ച് അതങ്ങ് പാക്കപ്പ് പറയുകയോ ചെയ്യുമായിരുന്നു. ഒരു മാസ് ഫിൽമിൽ ഒരു മെയിൻ സ്ട്രീം ഹീറോയ്ക്ക് കിട്ടാവുന്ന അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നിർവികാരമായ മാസ് ഇൻട്രോയിൽ നിന്ന് തുടങ്ങുന്ന സിനിമ പിന്നെ ഏറെക്കുറെ ഒരിടത്തും എലിവേറ്റ് ആകാതെ ആ ഫ്ലോയിൽ തന്നെ പോയി എൻഡ് ചെയ്യുകയായിരുന്നു. അപ്പോഴും ഈയടുത്തിറങ്ങിയ മറ്റ് ചില മേജർ റിലീസിൽ ഇന്ത്യൻ 2 പുറമെയുള്ള ദേവര, പുഷ്പ 2 പോലുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം വെരിപ്പിക്കലായില്ല എന്നാണ് തോന്നിയത്. പക്ഷെ ആ ലെവലിലൊക്കെയുള്ള ഒരു കോംപ്ലിമെന്റ് നേടിയെടുക്കാൻ മാത്രമുള്ള നെഗറ്റീവ് ഗ്രോത്ത് ശങ്കർ എന്ന ഡയറക്ടർ കൈവരിച്ചതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പ്രത്യേകിച്ചും മാസ് പ്രസന്റേഷനിലും ഇമോഷണൽ സീൻസ് ഒക്കെ നരേറ്റ് ചെയ്യുന്ന കാര്യത്തിലും അദ്ദേഹത്തിന്റെ ശിഷ്യനായ അറ്റ്ലിയെ കണ്ട് പഠിക്കാൻ പറയേണ്ടി വരുന്ന തരത്തിൽ അറ്റ്ലി വളർന്നതാണോ ശങ്കർ ചുരുങ്ങിപ്പോയതാണോ എന്ന് ഒന്നുകൂടെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷെ ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്ത ഒരാളെ ഈ അവസരത്തിൽ എടുത്തു പറയണമെങ്കിൽ അത് കാർത്തിക് സുബ്രാജ് തന്നെയാണ്. അദ്ദേഹത്തിന്റേതാണ് ചിത്രത്തിന്റെ കഥ. അതായത് ശങ്കറിന്റെ തന്നെ മുതൽവനിലെയും ശിവാജിയിലെയും ഒക്കെ രംഗങ്ങൾ ഓർത്തെടുത്ത് അവയെ കോർത്തിണക്കി കഥയെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒരു റൈറ്റപ്പ് ഉണ്ടാക്കി അത് ശങ്കറിന് തന്നെ വിറ്റ് കാശാക്കിയ ആ ബുദ്ധിയെ അഭിനന്ദിക്കാൻ സിനിമ തുടങ്ങി ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തോന്നിപ്പോവും. ട്രെയിലർ കണ്ടിട്ട് എന്തായിരിക്കും പ്ലോട്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അതൊക്കെ തന്നെയാണ് പ്ലോട്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. രാംചരൺ ഒരു അപാര നടനാണെന്നൊന്നും അഭിപ്രായമുള്ള ഒത്തിരി പേർ ആന്ധ്ര റീജിയന് പുറത്തുണ്ടാവും എന്ന് കരുതുന്നില്ല. പക്ഷെ സത്യത്തിൽ ചിത്രത്തിലെ 1 ഡയമെൻഷണൽ ലീഡ് റോളിന് പുറമെ അദ്ദേഹം അവതരിപ്പിച്ച മറ്റേ ക്യാരക്ടർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് അദ്ദേഹം എടുത്ത എഫേർട്സ് പ്രകടമാണ് എന്നും പറയാം. പക്ഷെ ഇങ്ങനെ ഒരു ചിത്രം മുഴുവനായും ഷോൾഡർ ചെയ്യാൻ പുള്ളിക്കും കഴിഞ്ഞിട്ടില്ല. കാരണം ആ ക്യാരക്ടറൊക്കെ സ്ക്രീനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഏറെക്കുറെ ഒരു അൺസേവബിൾ ലെവലിൽ എത്തുന്നുണ്ട്. 2.25 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരേ ഒരു സീൻ 4 മിനിറ്റോളം വരുന്ന രാംചരനും S.J. സൂര്യയുമായുള്ള ആദ്യ ഫേസ് ഓഫ് സെഗ്മെന്റ് മാത്രമാണ്. കിയാറ അദ്വാനി ഒരു ടിപ്പിക്കൽ തെലുഗു സിനിമയിലെ ആക്ട്രസിന്റെ കടമ നിർവഹിക്കുന്ന തരത്തിൽ അവിടെ എവിടെയൊക്കെയോ ഉണ്ട്. പക്ഷെ S.J. സൂര്യ പുള്ളിയുടെ സമീപകാലത്തെ ഏറ്റവും വലിയ ലൗഡ് റോൾ മാർക്ക് ആന്റണി ആയിരുന്നു എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അതിവിടെ ഈ തെലുഗു സിനിമയിലെ സ്ഥിരം തെലുഗു കത്തി വില്ലനായിട്ടാണ്. അതെ, അതുകൂടെ പറയട്ടെ, ദിസ് ഇസ് എ കംപ്ലീറ്റ് തെലുഗു മൂവി. ശങ്കർ ഒരുക്കിയത് കൊണ്ട് ഇതൊരു തമിഴ് സിനിമ എന്ന ചിന്തയോടെ ഒരു കാരണവശാലും ഗെയിം ചേഞ്ചറിനെ സമീപിക്കരുത്. ഒക്കേഷണലി ചില ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ടെങ്കിലും തമിഴ് സിനിമ ഈ ലെവലിൽ നിന്നൊക്കെ ഏറെ മുന്നേ വന്നിട്ടുണ്ട് ഗൈസ്. സത്യം. നടൻ എന്ന രീതിയിൽ നന്നായിട്ട് മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സുനിൽ കൊമേഡിയൻ ആയിരുന്നപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തിരുന്നു എന്നത് കുറച്ചധികം തെലുഗു സിനിമകൾ കാണുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. ആ അദ്ദേഹത്തെ പുള്ളി പോലും മുമ്പ് ആയിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ലോ ഗ്രേഡ് കൊമേഡിയൻ റോളിലേക്ക് കൊണ്ടുവന്ന ശേഷം പുള്ളിയെ കൊണ്ട് സ്ക്രീനിൽ അറ്റംപ്റ്റ് ചെയ്യിക്കുന്ന കാര്യങ്ങളെ ഹ്യൂമർ എന്ന് ഇക്കാലത്തും വിളിക്കാൻ എങ്ങനെ പറ്റുന്നു എന്നത് എത്ര ആലോചിച്ചാലും പിടികിട്ടാൻ സാധ്യതയില്ല. കൂട്ടത്തിൽ ജയറാമേട്ടനെ കൂടെ ആ ഒരു ലെവലിൽ എത്തിക്കാൻ സാധിച്ചത് ഒരു അച്ചീവ്മെന്റ് ആയി കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ സിനിമകൾ കാണുന്നത് നിർത്താൻ സമയം അതിക്രമിച്ചതായി തന്നെ കരുതണം. ക്രിറ്റിസിസംസിൽ നിന്നും നല്ലതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവാത്തവരുടെ ലിസ്റ്റിൽ ജാനി മാസ്റ്റർ ഉണ്ട്. അതിഗംഭീരമായി ഡാൻസ് കളിക്കുന്ന വിജയ്ക്ക് അറബിക് കുത്തും രഞ്ജിതും ഒക്കെ കൊറിയോഗ്രാഫ് ചെയ്ത് കൊടുത്ത് തെറികൾ ഏറ്റുവാങ്ങിയ ശേഷം നല്ലൊരു ഡാൻസറായ രാംചരണിനും വീണ്ടും അതേ ഗോവിന്ദ സ്റ്റൈൽ സ്റ്റെപ്സ് ഇട്ട് കൊടുത്ത് ആദ്യ സോങ് മുതൽ തന്നെ ആ ഒരു സംഗതി കൂടി നമ്മൾ ആസ്വദിക്കുന്നില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒരു വികാരവും തോന്നിക്കാതെ ആക്ഷൻ സീൻസ് നിറഞ്ഞൊരു ആക്ഷൻ സിനിമയാക്കി ഇതിന് മാറ്റിയ സ്റ്റൺ കൊറിയോഗ്രാഫേഴ്സിനും ഹൃദയം നിറഞ്ഞ ബാഷ്പാഞ്ജലികൾ. പാട്ടുകളും ഇവയോളം തന്നെ ഡിസപ്പോയിന്റിംഗ് ആയിരുന്നെങ്കിലും ഒത്തിരി ലൗഡായി പോയത് ഒഴിച്ചു നിർത്തിയാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതായിരുന്നു. അവ ആവശ്യത്തിനും അനാവശ്യത്തിനും കുത്തി നിറച്ചതിലൂടെ ആ ആശ്വാസം മാറിക്കിട്ടും. ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ് സത്യത്തിൽ വെരി ഡീസന്റ് എന്ന് പറയാം. പക്ഷെ ഏത് എഡിറ്ററിന്റെയും വർക്ക് കയ്യിലേക്ക് എത്തുന്ന വിഷ്വൽസ് സൃഷ്ടിക്കുന്ന പരിധിക്കുള്ളിൽ നിൽക്കും എന്നതുകൊണ്ട് തല കറങ്ങുന്ന തരം ഒട്ടനവധി ഷാജി കൈല സ്റ്റൈൽ ഷോട്ട്സ് ചിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സിനിമയിലെ നായകന്റെ മെയിൻ പഞ്ച് ലൈൻ ഐ എം അൺപ്രഡിക്റ്റബിൾ എന്നാണ്. സോ ഡയലോഗ് റൈറ്റിംഗിന്റെ സ്റ്റാൻഡേർഡിനെ പറ്റി കൂടുതൽ നിങ്ങളോട് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. സോ ഓവറോൾ നോക്കിയാൽ KS രവികുമാർ സ്റ്റൈലിൽ അദ്ദേഹത്തിന്റെ മോശ സമയത്ത് പോലും എടുക്കാത്ത തരത്തിൽ ഒരു സിനിമ തെലുങ്കിൽ സാക്ഷാൽ ശങ്കർ ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഗെയിം ചേഞ്ചറിനെ പറ്റിയുള്ള ഒപ്പീനിയൻ.
പക്ഷെ ഈ പറഞ്ഞതൊക്കെയും ചിത്രം കാണുമ്പോഴും കണ്ടു കഴിഞ്ഞിറങ്ങിയ ഉടനെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളൊന്ന് വീടെത്തിയ ശേഷം കൃത്യമായി ഓർത്തു നോക്കിയാൽ തോന്നിയേക്കാവുന്ന മറ്റൊരു ഓൾട്ടർനേറ്റ് വേർഷൻ ഉണ്ട്. ശങ്കറിന്റെ സിനിമകളിൽ പ്രധാന വിഷയമായി വരുന്ന കോണ്ടംപററി സോഷ്യൽ ഇഷ്യൂസ്, അതിനെതിരെയുള്ള വിജിലാന്റിസം, സ്വന്തം ജീവിതവും കരിയറും പണയം വെച്ചും അതിനായി ഇറങ്ങിത്തിരിക്കുന്ന നായകന്മാർ, സത്യത്തിൽ അവരൊക്കെയും ശങ്കറിന്റെ തന്നെ പ്രതിരൂപങ്ങളാണ് എന്ന്. കാരണം അദ്ദേഹത്തിന്റെ ഈ അടുത്തായി വന്ന സിനിമകളിലൂടെ പുള്ളി ഉന്നവെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പണക്കാരായ പ്രൊഡ്യൂസർമാരുടെ പൈസ നല്ല രീതിയിൽ ചെലവഴിപ്പിച്ചും പാവപ്പെട്ട ടെക്നീഷ്യൻസിനും സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി സാധാരണക്കാർക്കും തൊഴിലും ശമ്പളവും നൽകിച്ചും അദ്ദേഹം നിറവേറ്റിയെടുക്കുന്നത് എന്ന തരത്തിൽ ചിന്തിക്കുമ്പോൾ യെസ്, സ്വന്തം കരിയർ അതിനായി പണയം വെക്കുന്ന ശങ്കർ സർ ഇസ് ദ റിയൽ റെവല്യൂഷനിസ്റ്റ്. പണ്ടൊക്കെ പുള്ളിയുടെ സിനിമകൾ ഇറങ്ങുമ്പോൾ മുമ്പ് ആരും സ്ക്രീനിൽ എത്തിച്ചിട്ടില്ലാത്ത വിഷ്വൽസ് കാണാൻ കഴിയും. അന്നൊക്കെ ഇതൊക്കെ എങ്ങനെ എന്നൊരു ചോദ്യമാണ് പ്രേക്ഷകർക്ക് മനസ്സിൽ തോന്നിയിരുന്നത്. ഇന്നും മുമ്പ് കണ്ടിട്ടില്ലാത്ത രംഗങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഓഡിയൻസ് ഏറെ മുന്നോട്ട് വന്നതറിയാതെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ പുതിയ വിഷ്വൽസ് കാണുമ്പോൾ പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ള ചോദ്യത്തിൽ ചെറിയൊരു വ്യത്യാസം, ഇതൊക്കെ എന്തിന് എന്ന്. കാരണം അദ്ദേഹം നോർമലൈസ് ചെയ്തൊരു സംഗതി, അതായത് കഥയും ലോജിക്കും ഏത് വഴിക്ക് പോയാലും ഗംഭീരവും ബ്രഹ്മാണ്ഡവുമായ ഫിൽം മേക്കിംഗ് കൊണ്ട് അതിനെ മറികടന്ന് പ്രേക്ഷക ശ്രദ്ധയും കയ്യടിയും നേടാം എന്നത്. അതിന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അദ്ദേഹത്താൽ ഇൻസ്പയർഡ് ആയി ഡയറക്ടേഴ്സ് ആയവരുമൊക്കെ സക്സസ്ഫുൾ ആയി ചെയ്തു വരുമ്പോൾ ഒരു കാലത്ത് അതിന്റെ ഒരു സിമ്പിളായി മാറിയിരുന്ന ലെജൻഡറി ഫിൽം മേക്കർ പ്രേക്ഷകർക്കും പുറകിൽ സഞ്ചരിക്കുന്ന കാഴ്ച സിനിമാ ലവേഴ്സിന് ഒട്ടും സന്തോഷം തരുന്ന കാര്യമല്ല. കൂടാതെ ഒരു നല്ല മെസ്സേജ് ആളുകളിൽ എത്തിക്കാൻ ഫീമെയിൽ ഒബ്ജക്ടിഫിക്കേഷൻ അടക്കമുള്ള ഒട്ടനവധി മോശം മെസ്സേജസ് കൺവേ ചെയ്യിക്കുന്ന തരത്തിലുള്ള സീൻസ് കൂടെ ഭാവിയിൽ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂടാതെ 2 കാര്യങ്ങൾക്കുള്ള നന്ദി കൂടെ പറയട്ടെ. ബ്രഹ്മാനന്ദത്തിന്റെ പോർഷൻസ് 5 മിനിറ്റിൽ താഴെ നിർത്തിയതിനും ചിത്രം തീരുന്നെടുത്ത് ഒരു സീക്വൽ അനൗൺസ് ചെയ്യാത്തതിനും. നിങ്ങളും ഗെയിം ചേഞ്ചർ കാണാൻ മുതിരുന്നുണ്ടോ എന്നറിയില്ല, ഉണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞുള്ള നിങ്ങളുടെയും അവസ്ഥകൾ പങ്കുവെക്കും എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം. അടുത്ത വീഡിയോ എത്രയും വേഗം കാണാം. അതുവരെ ബൈ.